കോർപ്പറേഷൻ ഏരിയയിൽ നല്ല മനോഹരമായൊരു കണ്ടംപററി ഡിസൈൻ വരുന്ന ചുടുകട്ടയിൽ പണിയെടുപ്പിച്ച നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വീട്. അതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. 4,300 സെന്റ് ലാൻഡിൽ 2,200 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂമും 5 അറ്റാച്ച്ഡ് ബാത്റൂം ഉൾപ്പെടുത്തി പണിയെടുപ്പിച്ച ഫ്ലോർ പ്ലാൻ ഡിസൈൻ തന്നിരിക്കുന്ന ഒരു വീടാണ് ഈ കാണുന്നത്. ബസ് റൂട്ടിൽ നിന്ന് വെറും 100 മീറ്റർ മാത്രം മാറിയിട്ടാണ് വീടെല്ലാം പണിയെടുപ്പിച്ചിരിക്കുന്നത്. വട്ടിയൂർക്കാവിന് സമീപം തോപ്പൻമുക്കിനടുത്താണ് ഈ വീടെല്ലാം പണിയെടുപ്പിച്ചിരിക്കുന്നത്. ട്രിവാൻഡ്രം സെൻട്രൽ സിറ്റിയിൽ നിന്ന് വെറും 7.5 കിലോമീറ്ററും ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഒരു 10 കിലോമീറ്ററിനകത്താണ് വീടിന്റെ ലൊക്കേഷൻ ഡിസ്റ്റൻസ് വരുന്നത്. വീട് കാണുന്നത് പോലെ തന്നെ നല്ല എലിവേഷനൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് വീട് പണിതിരിക്കുന്നത്. ഡെക്കറേഷനായിട്ട് തന്നെ ഗ്ലാഡിംഗ് ടൈൽസും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് വീടെല്ലാം ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ മെയിൻ വാട്ടർ സോഴ്സ് കിണർ തന്നെയാണ്, കൂടാതെ പൈപ്പ് കണക്ഷനും അവൈലബിൾ ആണ്. വീടിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു 3 മീറ്റർ ടാറിട്ട ഫ്രണ്ടേജ് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് കടക്കാം. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിലോ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതുമാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. വീടിന്റെ ഫ്രണ്ടേജ് മുഴുവനും ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഫ്രണ്ടിൽ 2 കോർണേഴ്സിലായിട്ട് തന്നെ ഗാർഡൻ പ്രൊവിഷൻ ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് ഫ്രണ്ടേജ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. 4,300 സെന്റ് ലാൻഡിൽ 2,200 സ്ക്വയർ ഫീറ്റിൽ പണിയെടുപ്പിച്ച വീടിന്റെ സിറ്റ് ഔട്ടിലോട്ട് പോകാം. സിറ്റ് ഔട്ടിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് തന്നെ ഒരു കവേർഡ് കാർ പാർക്കിംഗ് തന്നെയാണ് വീടിന് നൽകിയിരിക്കുന്നത്. കൂടാതെ തന്നെ എക്സ്ട്രാ ഒരു കാറും കൂടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസും ഫ്രണ്ടേജ് നൽകിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് വീടിന്റെ സിറ്റ് ഔട്ട്. 10x5 ആണ് സിറ്റ് ഔട്ടിന്റെ ഡയമെൻഷൻ. ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെ സിറ്റ് ഔട്ടിൽ വന്നിട്ടുണ്ട്. കൂടാതെ തന്നെ കവേർഡ് കാർ പാർക്കിംഗ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഫോൾ സീലിംഗ് എല്ലാം ചെയ്തിരിക്കുന്നത്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ ഫാൻസി ലൈറ്റ് ഒക്കെ തന്നെയാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് സിറ്റ് ഔട്ടിന്റെ കംപ്ലീഷൻ വന്നിരിക്കുന്നത്. സിറ്റ് ഔട്ടിന്റെ ചുമര് മുഴുവൻ വോൾട്ടൈൽ കൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുമുണ്ട്. ഈ കാണുന്നതാണ് വീടിന്റെ ഫ്രണ്ട് ഡോർ. തേക്കിൻ തടിയിൽ തന്നെയാണ് ഫ്രണ്ട് ഡോറെല്ലാം പണിതിരിക്കുന്നത്. ഇന്റീരിയലായിട്ട് വരുന്ന തടിയുടെ വർക്കെല്ലാം തന്നെ തേക്കിൻ തടിയിലാണ് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ നിന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല വിശാലമായ ലീവിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. 14x12 ആണ് ലീവിംഗ് ഏരിയ ഡയമെൻഷൻ. ലീവിംഗ് ഏരിയയോട് യോജിച്ച ഒരു TV യൂണിറ്റ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ്, സ്പോട്ട് ലൈറ്റും കൂടാതെ തന്നെ ഫാൻസി ലൈറ്റ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് ഡെക്കറേഷൻ വന്നിരിക്കുന്നത്. ഹാവൽസിന്റെ വയറിങ്ങും ലീഗാർഡിന്റെ സ്വിച്ചസ് ഒക്കെ തന്നെയാണ് വീടിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 3 ഫേസ് ഇലക്ട്രിസിറ്റി തന്നെയാണ് വീടിന് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിന്റെ ഡൈനിങ് ഏരിയയിലോട്ട് പോകാം. 14x12 ആണ് ഡൈനിങ് ഏരിയ ഡയമെൻഷൻ. ഫോൾ സീലിംഗ് വർക്കെല്ലാം ഡൈനിങ് ഏരിയയിലും വന്നിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും തന്നെയാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായിട്ട് തന്നെ വാഷിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ജാഗ്വറിന് നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് വാഷിംഗ് ഏരിയയിൽ ഫിക്സ് ചെയ്തിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് വാഷിംഗ് ഏരിയ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് കിച്ചണൊക്കെ വന്നിരിക്കുന്നത്. 10x8 ആണ് കിച്ചന്റെ ഡയമെൻഷൻ. നല്ല മോഡുലാർ രീതിയിൽ തന്നെയാണ് കിച്ചൺ എല്ലാം പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഒരു ഇലക്ട്രിക് ചിമ്മിനിയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് കിച്ചന്റെ കംപ്ലീഷൻ വന്നിരിക്കുന്നത്. മാറ്റ് ഫിനിഷിംഗിന്റെ ടൈൽസ് ഒക്കെ തന്നെയാണ് കിച്ചണിൽ ചെയ്തിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ അറിയാം മാക്സിമം സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് കിച്ചൺ എല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു 5 BHK വീടാണ്. വീടിന്റെ 2 ബെഡ്റൂംസ് ഗ്രൗണ്ട് ഫ്ലോറിലും 3 ബെഡ്റൂം ഫസ്റ്റ് ഫ്ലോറിലുമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് വീടിന്റെ ആദ്യത്തെ ബെഡ്റൂം. 12x10 ആണ് റൂമിന്റെ ഡയമെൻഷൻ. ഫോൾ സീലിംഗ് വർക്കെല്ലാം റൂമിൽ ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും തന്നെയാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. വാൾ റൂഫ്സ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് റൂം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. വുഡൻ ഷെൽഫ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ബെഡ്റൂം. ജാഗ്വറിന് നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് വന്നിരിക്കുന്നത്. ഈ കാണുന്നതാണ് വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം. 14x12 ആണ് റൂമിന്റെ ഡയമെൻഷൻ. ഒരു മാസ്റ്റർ ബെഡ്റൂം കോൺസെപ്റ്റിൽ തന്നെയാണ് ഈ ഒരു റൂം പണിയെടുപ്പിച്ചിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റ് ആണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. വുഡൻ ഷെൽഫും വാൾ റൂഫ്സും കൂടാതെ തന്നെ ഡ്രസ്സിംഗ് ഏരിയ ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആണ് ഈ ഒരു ബെഡ്റൂമും. ജാഗ്വറിന് നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെ ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്തിരിക്കുന്ന ഹാൻഡിൽസ് മുഴുവൻ തടിയിലാണ് ചെയ്തിരിക്കുന്നത്. അതും തേക്കിൻ തടിയിലാണ് പണിയെടുപ്പിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്യുന്ന സ്റ്റെയറിന്റെ സൈഡിലായിട്ട് തന്നെ വാൾ ആർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ടോപ്പിലായിട്ടൊരു ഫാൻസി ലൈറ്റ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് മനോഹരമാക്കിയിട്ടുള്ളത്. സ്റ്റെയർ കയറി മുകളിലോട്ട് വരുമ്പോഴത്തേക്കും നല്ല വലിയൊരു ഹോളാണ് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. 20x14 ആണ് ഹാളിന്റെ ഡയമെൻഷൻ. ഒരു സോഫാനൊക്കെ ഹാളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. തേക്കിൻ തടിയിൽ തന്നെയാണ് ആ സോഫാനം ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഫാൻസി ലൈറ്റ് ഒക്കെ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഡെക്കറേഷനായിട്ട്. കൂടാതെ തന്നെ വാൾ ആർട്ടെല്ലാം ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ഹാൾ, 3 ബെഡ്റൂം, ഒരു ബാൽക്കണിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. 20x10 ആണ് റൂമിന്റെ ഡയമെൻഷൻ. വീട്ടിനകത്ത് വരുന്നതിൽ ഏറ്റവും വലിയ ബെഡ്റൂം ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം വന്നിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും തന്നെയാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. വുഡൻ ഷെൽഫും വാൾ റൂഫ്സും കൂടാതെ തന്നെ ഡ്രസ്സിംഗ് ടേബിളൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് കംപ്ലീഷൻ വന്നിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ബെഡ്റൂം. ജാഗ്വറിന്റെ ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്.
രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. 14x12 റൂമിന്റെ ഡയമെൻഷൻ. ബാക്കി റൂംസിൽ കണ്ടതുപോലെ തന്നെ ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ്, സ്പോട്ട് ലൈറ്റ് തന്നെയാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. വുഡൻ ഷെൽഫും വാൾ റൂപ്സും കൂടാതെ തന്നെ ഡ്രസ്സിംഗ് ഏരിയയൊക്കെ ഈ ഒരു റൂമിലും ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ്. ജാഗോറിന്റെ ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലെ മൂന്നാമത്തെ ബെഡ്റൂമിലോട്ട് പോകാം. 14x10 റൂമിൻ്റെ ഡയമെൻഷൻ. ബാക്കിയുള്ള എല്ലാ റൂംസിലും ചെയ്തിരിക്കുന്ന പോലെ തന്നെ ഫോൾ സീലിംഗ് വർക്കും വാൾ റൂപ്സും കൂടാതെ തന്നെ വുഡൻ ഷെൽഫൊക്കെ ഈ ഒരു ബെഡ്റൂമിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും. ജാഗോറിന് നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ബാൽക്കണിയിലോട്ട് മൂവ് ചെയ്യാം. 12x3 ബാൽക്കണിയുടെ ഡയമെൻഷൻ. ബാൽക്കണി മുഴുവനും വോൾട്ടയിലൊക്കെ യൂസ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റ് ആണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ബാൽക്കണിയുടെ ഹാൻഡിൽസ് എല്ലാം തന്നെ സ്റ്റീലിലാണ് പണിതിരിക്കുന്നത്. കൂടാതെ തന്നെ ഗ്ലാസ് എല്ലാം ചെയ്തിട്ടുണ്ട്. 4.3 സെന്റ് ലാൻഡിൽ 2200 സ്ക്വയർ ഫീറ്റിലായിട്ട് പണി കഴിപ്പിച്ച ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കണ്ടംപററി ഡിസൈൻ വരുന്ന കോർപ്പറേഷൻ ഏരിയയിൽ പണി കഴിപ്പിച്ച ഈ വീടിന്റെ ആസ്കിംഗ് പ്രൈസ് 1.15 CR ആണ്. തികച്ചും നെഗോഷ്യബിൾ തന്നെയാണ്. ഒരിക്കലും എടുത്തു പറയേണ്ട കാര്യം, വീട് മുഴുവനും ചുടുകട്ടയിലാണ് പണിതിരിക്കുന്നത്. തടിയെല്ലാം തന്നെ തേക്കുഡിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിലോ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീടും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക.